എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അനന്തപുരിയിലെ എല്ലാവരും വിഷുക്കണിയൊക്കെ കാണുവാണ്. അനാമിക മാത്രം വിഷുക്കണി കാണാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവരും കണി കണ്ട് തൊഴുത് പ്രാർത്ഥിക്കുവാണ്. ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മൂർത്തി മുത്തശ്ശി നോക്കിക്കഴിഞ്ഞപ്പോ അനാമികയില്ല. അല്ല, അനാമിക മോള് വന്നില്ലെന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടപ്പോൾ വസന്തന മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാണല്ലോ, എന്തേ ജാനകി നിന്റെ മരുമോൾ എന്തേന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടപ്പോ അനി പറഞ്ഞു, അവള് അവള് മുറിക്കകത്ത് നല്ല പോത്ത് പോലെ കിടന്ന് ഉറങ്ങുന്നുണ്ടെന്ന് പറയണേ. ഉറങ്ങുന്നുണ്ടോ? അതെ, അമ്മ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു കുറച്ച് സമയം കൂടെ ഞാൻ കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവിടെ കിടന്ന് ഉറങ്ങുന്ന കണ്ടു. വന്ന് വിളിച്ചു കഴിഞ്ഞപ്പോ അവൾ ആദ്യം മുകളിലേക്കാ നോക്കിയത്, കണ്ണു തുറന്ന്. എന്നിട്ട് അവള് വീണ്ടും കിടന്ന് ഉറങ്ങുന്നുണ്ടെന്ന് പറയണ. ഇത് കേട്ടപ്പോ മുത്തശ്ശി പറഞ്ഞു, ശരി, ഉറങ്ങുവാണെ കിടന്ന് ഉറങ്ങട്ടെ, എപ്പോഴാണെങ്കിലും വന്ന് കണി കണ്ടാൽ മതി, അതിന് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയാം. ഇതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ഇതല്ലേ, ഭഗവാനെ വന്ന് ആദ്യം കാണണം എന്നുള്ള, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയാണ്. ഈ സമയത്ത് ജാനകിക്ക് ആ പടം സങ്കടമായി പോയി. തന്റെ മരുമോളാണ്, അവൾക്ക് വന്നത് കണി കാണായിരുന്നു എന്നൊരു ചിന്തയൊക്കെ ജാനകിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു, ഇനി എല്ലാവർക്കും വിഷ് കഴിഞ്ഞിട്ടും തരാന്ന് പറയണ. അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് അനാമിക ഇറങ്ങി വരുന്നത്. അനാമിക സ്വന്തമായിട്ട് ഇറങ്ങിയോ, കണ്ണൊക്കെ പൊത്തിക്കൊണ്ട്. എന്നിട്ട് പറഞ്ഞു, അതെ, ആരെങ്കിലും എന്നെ ഒന്ന് വന്ന് പിടിക്കാൻ പറയാണ്. ജാനകി എല്ലാവരും നിൽപ്പുണ്ട്, ആരും ഒന്നും അനങ്ങിയില്ല. സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്ന സമയത്ത് അറിയാതെ കാല് തട്ടി അവിടെ ഇട്ട പൊത്തെന്ന് പറഞ്ഞ് വീഴുവാണ്. പെട്ടെന്ന് ജാനകി ഓടിച്ചെന്ന് പിടിച്ചു. അനാമിക പറഞ്ഞതേ, ഞാൻ വീണെങ്കിൽ ഞാൻ കണ്ണ് തുറന്നിട്ടൊന്നും ഇല്ല കേട്ടോ അമ്മേ, ഞാൻ കണ്ണേന്നുള്ള കൈ എടുത്തിട്ടില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പം എനിക്കൊക്കെ ചിരി വന്നു. അങ്ങനെ അനാമിക വന്നിന്ന് തൊഴുത് പ്രാർത്ഥിക്കുകയാണ്. തൊഴുത് പ്രാർത്ഥിക്കുന്ന സമയത്ത് അനാമികയുടെ കണ്ണ് ഭഗവാന്റെ മുന്നിലേക്ക്, സ്വർണത്തിന്റെ മുന്നിലേക്ക് ചെല്ലുവാണ്. എന്ത് സ്വർണ്ണമായിരിക്കുന്നേ, ഇതിനകത്തുനിന്ന് കുറച്ചെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. അതെങ്ങനെയാ ഇവിടെയുള്ളവർ തരുവോ എന്നൊരു ചിന്ത വരുവാണ്. ഇത് കൂട്ട് കുറച്ചെങ്കിലും തരുമായിരുന്നെങ്കിൽ. പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇനി എല്ലാവരും വിഷുക്കൈനീട്ടം മേടിച്ചോളാൻ പറയണം. ആദ്യം കൊച്ചു മരുമോളെ തന്നെ വിളിക്കുകയാണ്. അങ്ങനെ അനാമിക വന്നു വിഷുക്കൈനീട്ടം മേടിച്ചു. ഈ തുട്ട് തരാനാണോ, വീട്ടിലായിരുന്നെങ്കിൽ ഒരു 12,000 രൂപയെങ്കിലും കിട്ടിയാനോ എന്നൊക്കെ പറയാം. അനാമിക ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം അത്രയും സ്വർണം വെച്ചിട്ട് അതിനകത്ത് ഇത്തിരി സ്വർണ്ണമെങ്കിലും എടുത്തു തരാനുള്ളതിന് ഒരു നാണയത്തൊട്ടും തന്നിരിക്കുന്നു എന്നൊരു പുച്ഛഭാവമായിരുന്നു അനാമികയുടെ ഉള്ളിലുണ്ടായിരുന്നേ. അങ്ങനെ വിഷുക്കൈനീട്ടം കൊടുത്തതിന് ശേഷം മൂർത്തി മുത്തശ്ശൻ ചോദിച്ചു, അല്ല, കരിമരുന്ന് പ്രയോഗമൊന്നും ഇല്ലെന്ന് ചോദിക്കാം. അഭി പറഞ്ഞു, കരിമരുന്നില്ലാതെ പിന്നെ എന്ത് വിഷു മുത്തശ്ശാന്ന് പറയണം. പിന്നീട് പടക്കം പൊട്ടിക്കലും പൂത്തിരി കത്തിക്കലും അങ്ങനെ ഭയങ്കര ആഘോഷമായിരുന്നു. ആ സമയത്ത് അതുപോലെ തന്നെയായിരുന്നു. നയനെ നവി എല്ലാരും കൂടെ കൂടിയിട്ട് അങ്ങനെ നന്ദു എന്ത് ചെയ്യണം, പടക്കം പൊട്ടിച്ചിട്ട് കഴിയുമ്പത്തിന് കനക ഓടി. നയന പറഞ്ഞു, എന്താ നന്ദു ഇത്, അമ്മയെ പേടിപ്പിക്കലെന്ന് പറയണ. ഞാൻ പേടിപ്പിക്കില്ല, അമ്മ ഇങ്ങോട്ട് വരാൻ പറയണ. അങ്ങനെ കനക അങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ എല്ലാവരും ഭയങ്കര ആഘോഷമായിട്ട് വിഷു ആഘോഷിക്കുകയാണ്. അതിനുശേഷം ദേവേനി ക്ഷേത്രത്തിലേക്ക് പോവാ. ക്ഷേത്രത്തിൽ പോയി മനോരി പ്രാർത്ഥിക്കും, എന്റെ ഭഗവാനെ കാത്തോണം, ഒരു വിഷുവും കൂടെ വന്നു, ഇനി അടുത്ത വിഷുവിന് എന്റെ മോൾക്ക് വിശേഷം ഉണ്ടായിരിക്കണം, എന്റെ മോൾക്ക് ഒരു കുഞ്ഞു പിറക്കണം എന്നൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രസാദം തരട്ടെ പൂജാരി വന്നിട്ട് ചോദിച്ചു, അല്ല തന്നെയാണ് വന്നേ, വേറെ ആരും വന്നിട്ടില്ലേന്ന് ചോദിക്കുക. ഇല്ല, അവരൊക്കെ വരുന്നുള്ളെന്ന് പറയണം. പിന്നീട് തിരുമേനി പറഞ്ഞു, പൂജ ചെയ്ത പ്രസാദം അത് ജാനകിയെ ജലജയം വരും, അവരുടെ കൈ കൊടുത്താൽ മതി തിരുമേനി, എനിക്ക് കുറച്ച് ധൃതിയുണ്ട്, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദേവേനി അങ്ങോട്ടേക്ക് പോവുകയാണ്. ഈ സമയത്ത് ദേവേനെ അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ആദർശ് അങ്ങോട്ടേക്ക് വരുന്നേ. ആദർശ് താഴെ ഒന്ന് നോക്കിയപ്പോ അമ്മ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. അമ്മ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. അമ്മ ഇനി എങ്ങോട്ടായിരിക്കും പോലും പോകുന്നേ, ഒന്ന് വാച്ച് ചെയ്യാന്ന് കരുതിയിട്ട് ആദർശ് അങ്ങോട്ട് മാറിയിരുന്നു. പിന്നീട് ദേവേന് കാറിൽ കയറി അങ്ങോട്ട് പോകുന്ന സമയത്ത് ആദർശ് ഫോളോ ചെയ്യുവാണ്. അങ്ങനെ ഫോളോ ചെയ്ത് പോണ സമയത്ത് ആദർശ് നോക്കിക്കഴിഞ്ഞപ്പോ നയനയുടെ വീട് ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. അവസാനം നയനയുടെ വീടിന്റെ മുന്നിൽ വണ്ടി നിർത്തി. അങ്ങനെ ഡ്രൈവർ അങ്ങോട്ട് പോയി. ദേവേനി അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ഓഹോ, അപ്പൊ ഇതാണ് കാര്യം, അമ്മ ഇങ്ങോട്ടേക്കാണ് വന്നത്. അപ്പൊ അമ്മ എല്ലാരും പറ്റിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇത്രയും വലിയ കള്ളത്തരം അമ്മ കാണിച്ചോണ്ടിരിക്കുന്നത് ആദർശന് നല്ല സങ്കടം വന്നു. ആദർശ് നേരെ കറിക്കറിയും കൂടെ പോവാണ്. പിന്നീട് ദേവേനി കനകയുടെ ഗോവിന്ദന്റെ ഒക്കെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നയനെ ഓടിച്ചെല്ലുന്നേ. നയനെ ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിക്കുകയാണ്. പിന്നീട് ദേവേനി പറഞ്ഞു, വിഷു കഴിഞ്ഞിട്ടും തരാതിരിക്കാൻ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലോ എന്നും പറഞ്ഞിട്ട് കുറച്ച് നാണയം എടുക്കുകയാണ്. ഇത് ഞാൻ തിരുമേനിയോട് പറഞ്ഞ് പ്രത്യേകം എന്തെങ്കിലും പൂയിച്ചു വെച്ചാന്ന് പറയാണ്. അങ്ങനെ കനയ്ക്കും നയനിക്കും അവർക്ക് എല്ലാവർക്കും നാണയം കൊടുക്കുകയാണ്. പിന്നീട് ചോദിച്ചു, ഗോവിന്ദൻ എന്തെന്ന് ചോദിക്കാം. ഗോവിന്ദൻ രാവിലെ വിഷുക്കണി കണ്ടിട്ട് ക്ഷേത്രത്തിൽ തൊഴാൻ പോയെന്ന് പറയണം. ശരി. അങ്ങനെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നയന ചോദിച്ചു, അല്ല ആദർശാനൊക്കെ രാവിലെ എഴുന്നേറ്റ് കണി ഉണ്ടോന്ന് ചോദിക്കും. എല്ലാവരും കണി കണ്ടു മോളെ, അതിനുശേഷം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്, പെട്ടെന്ന് പോകണം, അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാകുന്നതിന് മുമ്പ് തിരികെ വീട്ടിലെത്തണമെന്ന് പറയണം. പിന്നീട് ചോദിച്ചു, അല്ല നന്ദുവിന്റെ മുഖം എന്താ ഇല്ല ഇങ്ങനെ ഇരിക്കണമെന്ന് ചോദിക്കും. ഒന്നുമില്ല. അല്ല അനി വിളിക്കാൻ പറ്റുമോ ചെയ്തോ, വിശ്വാസംസകൾ നേർന്നെന്ന് ചോദിക്കുകയാണ്. ഇല്ല, വിളിച്ചില്ല എന്ന് പറയണ. വിളിക്കുമ്പോൾ ചോദിക്കണം അവന്റെ കവിളത്ത് പാടുണ്ടോന്ന്. പാടുണ്ടോന്ന്? അതെ, ഇന്നലെ അവനിട്ട് രണ്ടെണ്ണം കൊടുത്തായിരുന്നു. കാരണം ഇന്നലെ താമസിച്ചല്ലേ വന്നേ, പോരാത്തന്നെ നന്ദുവിനെ കാണാൻ വരുകയും ചെയ്തില്ലേ. അയ്യോ അമ്മേ, ഞാനാ പറഞ്ഞെന്ന് അമ്മ പറഞ്ഞോ? അതൊന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല.
അടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കും വിഷമമായി. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ അവൻ ചെയ്തു കൂട്ടിയിരിക്കുന്നു പറയാണ്. ഇത് കേട്ടത് നയന പറഞ്ഞു, നന്ദു എന്നോട് പറഞ്ഞു, പണ്ടത്തെ അനിയുടെ സ്വഭാവമല്ല ഇപ്പം. എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമവും ബുദ്ധിമുട്ടും ഒക്കെയാ. അത് നന്ദുവിന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. നന്ദുവിനെ നഷ്ടപ്പെടുമോ എന്നുള്ള വേദന കാരണം അവൻ ഓരോന്നിങ്ങനെ കാണിച്ചു കൂട്ടുന്നത്. അതുകൊണ്ട് മാത്രം എന്തിനാ നന്ദു പോയത് തന്നെ. അനിയാണെങ്കിൽ അല്ലെങ്കിൽ പഴയ പോലെ കുടിക്കൂന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയോണ്ട് മാത്രമാണെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും, അവന്റെ സ്വഭാവം മുമ്പായിരുന്ന കുഴപ്പമില്ല. നന്ദു നിനക്കറിയാലോ, നിങ്ങൾ പ്രണയിച്ച് നടക്കുന്ന സമയമല്ല ഇത്. കാരണം അവനൊരു ഭാര്യയുണ്ട്. കല്യാണത്തിന് മുമ്പാണ് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇതിപ്പോ അവന്റെ കല്യാണം കഴിഞ്ഞ ആ ഒരു ബോധം വേണമെന്ന് പറയാ. നന്ദു പറഞ്ഞു, ഞാൻ നോക്കിക്കോളാന്ന് പറയണം. നോക്കിയാൽ പോരാ, അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. ഒരു കാരണവശാലും നിങ്ങൾ ഒന്നിക്കാനായിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞ് ദേവേന് വലിയൊരു ഉപദേശം തന്നെ കൊടുക്കുകയാണ്. ആ സമയം ആദർശ് ആകെപ്പാടെ ടെൻഷനോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. എന്നാലും അമ്മ ഈ ചതി ചെയ്യണ്ടായിരുന്നു എന്നൊരു ചിന്ത വരുന്നുണ്ട്. പിന്നീട് വസുന്ധര മുത്തശ്ശിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വിഷുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ജാനകിയും ജലജയും അങ്ങോട്ടേക്ക് വന്നു. അവര് വന്നിട്ട് ചോദിച്ചു, അല്ലമ്മേ ഏട്ടത്തി എന്തിയാന്ന് ചോദിക്കുകയാണ്. ക്ഷേത്രത്തിൽ പോയി. ഓഹോ, അപ്പൊ ഇത് പറയാതെ പോയതല്ലേന്ന് ചോദിക്കും. അതെന്താ, ഒരു വാക്ക് പോലും പറഞ്ഞില്ല ഏട്ടത്തി ക്ഷേത്രത്തിൽ പോകുന്ന കാര്യം. ഇപ്പൊ ഏട്ടത്തി സ്വന്തം ഇഷ്ടപ്രകാരമാണല്ലോ എല്ലാം ചെയ്യുന്നത്. ഞങ്ങളെ ഒന്നിനും കൂട്ടാറും ഇല്ലെന്ന് പറയണം. ഇത് കേട്ടൻ വസന മുത്തശ്ശി പറഞ്ഞു, അവള് ക്ഷേത്രത്തിലേക്ക് രാവിലെ പോയി. നിങ്ങൾ ഒരിക്കലും കാണത്തില്ലെന്ന് ഓർത്തായിരിക്കും. എന്നാലും അങ്ങനെയല്ലോ, എല്ലാ വർഷവും പോകുമ്പോ ഞങ്ങൾ മൂന്നുപേരും ഒരുമിച്ചല്ലേ പോണേന്ന് ചോദിക്കും. ഇത് കേട്ടൻ മുത്തശ്ശൻ പറഞ്ഞു, ഓ അങ്ങനെയൊക്കെയാണോ, ഈ വർഷം എല്ലാത്തിനും പുതുമയല്ലേ. അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പറയുന്ന നിങ്ങള് ഈ അടുക്കള കയറുന്ന സമയത്ത് അവളോടൊപ്പം കയറി സഹായിക്കാറുണ്ടോന്ന് ചോദിക്കും. ഇത് കേട്ടൻ ജലജ പറഞ്ഞ, അല്ല അത് പിന്നെ. മുത്തശ്ശി പറഞ്ഞു, ആ പറഞ്ഞ ശരിയാ. കാരണം അടുക്കള ദേവേനെ ഒറ്റയ്ക്കാ ജോലി ചെയ്യുന്നേ. വേലക്കാരനെ പോലും പറഞ്ഞു വിട്ടു. ഇപ്പൊ ഈ പറയുന്ന ജാനകിയോ ജലജയോ എന്തെങ്കിലും സഹായത്തിന് കയറാറുണ്ടോ? ജാനകി മുമ്പൊക്കെയാണ് കയറുന്നായിരുന്നു, ഇപ്പൊ അതുമില്ല. ജലജയ്ക്ക് പിന്നെ പണ്ടേ തൊട്ട് അടുക്കള അലർജിയാ. ഇത് കേട്ടപ്പോ ജലജ പറഞ്ഞു, അത് പിന്നെ ഒരു വേലക്കാരനെ നിർത്താവുന്നല്ലേ ഉള്ളൂ. ജാനകി പറഞ്ഞു, എങ്ങനെ നിർത്തും, വേലക്കാരനെ നിർത്താൻ പേടിയായിട്ടാ എടുത്ത് നിർത്താത്തെ. ഇനിയിപ്പം ഒരുത്തി പാലിനകത്ത് വിഷം കലർത്തി കൊടുത്തോളൂ. വേലക്കാരി വന്നാൽ പിന്നെ എന്തൊക്കെയാ കാണിച്ചു കൊടുന്ന് പറയാൻ പറ്റില്ല. വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ലേ ഏടത്തി തന്നെ കയറി അടുക്കളയിൽ കയറി പാചകം ചെയ്യുന്ന ചോദിക്കുകയാണ്. അത് കേട്ടതും വസന മുത്തശ്ശി പറഞ്ഞു, അതുകൊണ്ട് മാത്രമല്ല, അവൾക്കിപ്പം സ്വന്തമായിട്ട് ആഹാരമൊക്കെ ഉണ്ടാക്കണമെന്നാ. അവൾക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും തോന്നില്ല. പണ്ടത്തെ ദേവേനി അല്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു, അതാ ഞങ്ങൾക്കും പറയാനുള്ള എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ആ നയനയുടെ അടുത്തേക്ക് പോകാനാണോ ഏട്ടത്തി തന്നെ പോയെന്നൊരു സംശയം ഉണ്ടെന്ന് പറയണം. മുത്തശ്ശി പറഞ്ഞു, പിന്നെ നയനെ അവൾക്ക് ഇഷ്ടമില്ലെന്ന് പറയണം. ജാനകി പറഞ്ഞു, അതൊക്കെ പുറമെ കാണിക്കുന്നതല്ലേ. ഏടത്തി എന്തൊക്കെയോ ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഏടത്തിയുടെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ഉണ്ട്. എനിക്കങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ടെന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മുത്തശ്ശി പറഞ്ഞു, വെറുതെ നിങ്ങൾ ഇല്ലാക്കഥകളൊന്നും ഉണ്ടാക്കേണ്ടെന്ന് പറയണം. പിന്നീട് ജലജ പറഞ്ഞു, ബാ ജാനകി നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ജാനകിയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് ജയനും അജയനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ജയൻ അജയനോട് പറഞ്ഞു, എന്താണെന്ന് അറിയത്തില്ല, ആദർശന് എന്തോ വലിയൊരു വിഷമം ഉണ്ടെന്ന് പറയണം. എന്ത് വിഷമ? അവനോട് ഞാൻ കടയിലെ കമ്പനിയിലെ കണക്കുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവൻ വേറെ ഏതോ ലോകത്തായിരുന്നു. കാരണം എന്നോട് കണക്കുകളും കാര്യങ്ങളും പറഞ്ഞതിലല്ല അവന് കുറെ തെറ്റുകളൊക്കെ വരുത്തിയിട്ടുണ്ട്. പക്ഷെ അവൻ അങ്ങനെയൊന്നും വരുന്നതല്ലെന്ന് പറയണം. അപ്പോഴേക്കും മുത്തച്ഛനും മുത്തശ്ശിയും കൂടെ വന്നു. എന്താ രണ്ടുപേരും കൂടെ? ഞങ്ങൾ ആദർശനെ കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയെന്ന് പറയാം. അല്ല അവനിത് എന്ത് പറ്റിയെന്ന് ചോദിക്കാം. അവന് പണ്ടത്തെ പോലെ കാര്യങ്ങളൊന്നും ഒരു ഉത്സാഹമില്ല. അവന്റെ മനസ്സിൽ എന്തോ ഒരു പ്രശ്നം അലട്ടുന്നുണ്ടെന്ന് തോന്നുന്നു പറയണം. ഇനിയിപ്പൊ നയനമോൾ ഇവിടെ ഇല്ലാത്തോണ്ടാണോ? അതൊന്നും അല്ല അച്ഛാ, വേറെ എന്തോ ഒരു പ്രശ്നം അവന്റെ മനസ്സിലെ അലട്ടുന്നുണ്ട്. അതെന്താന്ന് മാത്രം അറിയില്ല എന്ന് പറയാം. അത് കുഴപ്പമില്ല, അവൻ വരുമ്പോൾ നമുക്ക് ചോദിക്കാന്നൊക്കെ പറയണം. അപ്പോഴേക്കും ആദർശ് വീട്ടിലേക്ക് വരുന്നേ. അങ്ങനെ ആദർശ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ ചോദിച്ചു, എന്താണ് മോനെ, നീ രാവിലെ ക്ഷേത്രത്തിലേക്ക് പോയെന്ന് ചോദിക്കും. ഞാൻ ക്ഷേത്രത്തിൽ വരെ പോയതാന്ന് പറയും. അമ്മയെ കണ്ടോന്ന് ചോദിക്കും അവിടെ ചെന്നിട്ട് എന്ന് അജയൻ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇല്ല, കണ്ടില്ല എന്ന് പറയണ. കണ്ടെന്ന് പറയാൻ പറ്റില്ലോ, അമ്മയെ കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ പ്രശ്നം ആവൂലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജയൻ പറഞ്ഞു, ദേവേൻ രാവിലെ ക്ഷേത്രത്തിലേക്കാന്ന് പറഞ്ഞ് പോയതാ, പിന്നെ അവളിത് എങ്ങോട്ടാ പോയെന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ്. മുത്തച്ഛൻ ചോദിച്ചു, നിനക്കെന്താടാ മോനെ, നിനക്ക് എന്തെങ്കിലും മനസ്സിന് വല്ല ബുദ്ധിമുട്ടുണ്ടോന്ന് ചോദിക്കും. അതെന്താ മുത്തച്ഛൻ അങ്ങനെ ചോദിച്ചാൽ, അല്ലെ ഇവര് പറഞ്ഞു നിനക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന്, നയനമോളുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ആദർശ് പറഞ്ഞു, നയനയായിട്ട് പ്രശ്നം ഉണ്ടോന്ന് ചോദിച്ചാൽ ചെറുതായിട്ടുണ്ടെന്ന് പറയാണ്. പ്രശ്നം ഉണ്ടെന്നോ? പിന്നെയോ? നയനയായിട്ട് മാത്രമല്ല വേറെ ചിലരുമായിട്ട് എനിക്ക് പ്രശ്നമുണ്ടെന്ന് പറയണം. ഇത് കേട്ടതും മുത്തശ്ശനും മുത്തശ്ശി അവരെല്ലാരും കൂടെ ഒരു നിമിഷം ഇങ്ങനെ നിൽക്കുവാണ്. എന്ത് ചെയ്യണം എന്നറിയത്തില്ല, ആദർശ് എന്താ പറയണമെന്ന് മനസ്സിലാവാതെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.